ഹായ്. SSC CGLയുടെ ഈ തേർഡ് സെഷനിൽ നമ്മൾ കൂടുതൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള SSC CGLയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്കിന്റെ തന്നെ നമ്മുടെ പാർഷ്യൽ വർക്ക് കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. P and Q can complete a project in 15 days and 10 days respectively. They started doing the work together. But after 2 days, Q had to leave and P alone completed the remaining work. In how many days was the whole work completed? നമുക്കവിടെ പറയുന്നത് പിയും ക്യൂവും ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനെടുക്കുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പിയുടെയും ക്യൂയുടെയും എഫിഷ്യൻസി ആൻഡ് അവരുടെ ആ ഒരു എത്ര വർക്കാണ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ആദ്യം തന്നെ പിയും ക്യൂ എടുത്തു. നമ്മൾ ആ 15 ആൻഡ് 10 എന്നുള്ള വാല്യൂസ് എടുത്തു. സോ അത് അവരുടെ ടൈമാണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15-20യുടെ LCM നമുക്ക് 30 എന്ന് ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കാം. ആൻഡ് അവർ ഓരോരുത്തരുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 × 15 ആണ് 30 ആൻഡ് 3 × 10 ആണ് 30 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ് പിയുടെയും ക്യൂയുടെയും. ഇനി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വർക്കിന്റെ ഓർഡറിലേക്ക് പോവാം. അവിടെ പറയുന്നത് ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ വർക്ക് ടുഗദർ എന്നാണ് പറയുന്നത്. അപ്പോൾ പിയും ക്യൂവും നമുക്ക് എങ്ങനെ ഡയറക്റ്റ്ലി എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പം പിയും ക്യൂവും ഒരുമിച്ചാണ് ആ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ബട്ട് ആഫ്റ്റർ 2 days ക്യൂ ഹാഡ് ടു ലീവ്. അപ്പോൾ ഈ 2 ദിവസത്തിന് ശേഷമാണ് ക്യൂ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ആ ഒരു ടോട്ടൽ അവരുടെ എഫിഷ്യൻസി ഇൻറ്റു അവിടെ എടുക്കുന്ന ടൈമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ക്യൂ പോയതിനു ശേഷം അവിടെ റിമൈനിങ് വർക്ക് പി ഒറ്റയ്ക്കായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ പി ആ റിമൈനിങ് വർക്ക് എത്രയോ ദിവസം കൊണ്ടാണ് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ n നമുക്ക് എടുക്കാം. ആൻഡ് ഇവർ ഒരുമിച്ച് ആ ഒരു വർക്ക് തീർക്കുന്നത് മൊത്തം 30 യൂണിറ്റ്സ് ഓഫ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും പ്ലേസിലേക്ക് നമുക്ക് അതിന്റെ എഫിഷ്യൻസീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് P + Q എന്ന് പറയുന്ന 5 ആണ്. സോ ഇവിടെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്ന 5 ആണ്. സോ 5 × 2 പ്ലസ് നമ്മുടെ പിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. സോ 2 × n 2n ഈക്വൽ ടു 30 എന്ന് വരും. നമുക്ക് ഇവിടുന്ന് 2 × 5 10 എന്ന് വരും. 10 നമ്മുടെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 30 നിന്ന് മൈനസ് ആകുമ്പോൾ 20 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 2n ഈക്വൽ ടു നമുക്ക് 20 എന്ന് വരും. ആൻഡ് അവിടെ നിന്ന് നമുക്ക് n ഈക്വൽ ടു 10 days എന്ന് കിട്ടും. അപ്പോൾ പി ഒറ്റയ്ക്ക് ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന 10 days കൊണ്ടാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹോൾ വർക്ക് കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന ടോട്ടൽ ടൈം ഇവിടെ ഇവരെടുക്കുന്ന ആ ഒരു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യമേ പിയും ക്യൂയും കൂടി ഒരുമിച്ച് 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 10 days കൊണ്ടാണ്. സോ ടോട്ടൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 12 days ആണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കുന്നത്. സോ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 12 days ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പാർഷ്യൽ വർക്ക് കൺസെപ്റ്റിന്റെ ക്വസ്റ്റൻ ആണിത്. നമുക്ക് എക്സാംസിൽ ഒരുപാട് CGL എക്സാംസിൽ ഒരുപാട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണിത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓൾജബ്രയുടെ ക്വസ്റ്റൻ ആണ്. ഈ ഒരു ക്വസ്റ്റിനെ മോസ്റ്റ്ലി എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ നിന്ന് എക്സിന്റെ വാല്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ എടുത്തുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ആ ക്വസ്റ്റിനെ പലരും സോൾവ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം നമുക്ക് അവിടെ നിന്ന് എക്സിന്റെ 2 വാല്യൂസ് വരും. അപ്പോൾ ആ വാല്യൂസിന് രണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇതിനെ പ്രോപ്പർലി എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് റിസോൾവ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് x⁻6 പ്ലസ് x⁻4 പ്ലസ് x² +1 എന്നാണ് തന്നിരിക്കുന്നത്. അതുകൂടെ നമുക്ക് താഴെ ഒരു 5x² എന്ന് തന്നിട്ടുണ്ട്, 5x³ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ആ താഴത്തെ 5നെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് കോമൺ എടുക്കുകയാണെങ്കിൽ 1/5 എന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആൻഡ് താഴെയുള്ള x³ നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള ഓരോ ടേംസിനെയും ആ താഴെ തന്നിരിക്കുന്ന x³ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും എന്ന് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ 1/5 × 1x⁻6 ഡിവൈഡ് ബൈ x³ എന്ന് പറയുമ്പോൾ നമുക്കത് x³ എന്ന് തന്നെ വരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഒരു 1 ഉണ്ട്. സോ ആ 1നെ x³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/x³ എന്ന് വരും. സോ ആ 2 ടേംസിനെ നമ്മൾ ഒരുമിച്ചെടുത്തു. പ്ലസ് ഇവിടുത്തെ x⁻4നെ x³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് x എന്ന് വരും. പ്ലസ് നമുക്ക് ഇവിടുത്തെ x² x³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/x എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് അവിടെ ഒരു 1/x വന്നിട്ടുണ്ട്. അതുപോലെ x³/1/x³ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വാല്യൂ വേണം. സോ ആ വാല്യൂവിന് വേണ്ടി നമുക്ക് ആ തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് പോവാം. സോ തന്നിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് x² - 5x
പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വരും. ഇവിടെ തന്നിരിക്കുന്ന 1നെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/x എന്ന് വരും. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന -5x നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5 എന്ന് വരും. അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +5 എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് x + 1/x ഈക്വൽ ടു 5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അവിടെ നമുക്ക് x + 1/xന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് എന്തും വേണം, x³ + 1/x³ വേണം. സോ അതും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ x³ + 1/x³ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ 5ന്റെ തന്നെ ക്യൂബ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 3 × 5 മൈനസ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. അതിൽ നിന്ന് 3 × 5 15 മൈനസ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് അത് 110 എന്നായിരിക്കും വരുന്നത്, 110 എന്നായിരിക്കും വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ x³ + 1/x³ വാല്യൂ എന്ന് പറയുന്നത് 110 ആണ്. സോ നമുക്ക് അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 1/5 ഇൻറ്റു നമുക്ക് 110 + 5 എന്നാണ് വരുന്നത്. സോ അത് 115 എന്നാണ് നമുക്ക് വരുന്നത്. 115നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ ആൻസർ 23 എന്ന് ഫൈനൽ ആൻസർ വരും. സോ ഈ ഒരു എഴുതിയിരിക്കുന്ന ഈ ഒരു ഏരിയനെ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടേക്ക് വാല്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ കാൽക്കുലേഷനും നമ്മുടെ ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 23 ആണ് ഫൈനൽ ആൻസർ. സോ കുറച്ചൊരു വലിയ ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ കൺസെപ്റ്റോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു വട്ടമെങ്കിലും നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എപ്പോഴും ഇതേപോലത്തെ ക്വസ്റ്റൻസ് കിട്ടുമ്പോൾ, ഇത്രയും വലിയ ടേമുള്ള ക്വസ്റ്റൻസ് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട അപ്രോച്ച് ഇത് തന്നെയാണ് നമ്മുടെ SSCയുടെ CGL എക്സാംസിലൊക്കെ ചെയ്യേണ്ട അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. അടുത്തതൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ PQR, റൈറ്റ് ആംഗിൾ at Q, the length of the side PR is 17 units, length of the base QR is 8 units, and length of this side PQ is 15 units. If angle RPQ equal to A, then sin A plus cos A എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കുറിച്ചാണ്. റൈറ്റ് ആംഗിൾ at Q എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഈ ഒരു വേർട്ടക്സിനെ Q എന്ന് എടുക്കാം, അത് റൈറ്റ് ആംഗിൾഡ് ആണ്. ഇനി നമുക്ക് PR കുറിച്ച് പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഈ സൈഡിനെ PQ ആൻഡ് ഇവിടെ നമുക്ക് R എന്ന് എടുക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് PR ഈസ് 17 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ 17 എന്ന് എടുക്കാൻ നമുക്ക് ഹൈപ്പോട്ടസിനെ. ലെങ്ത് ഓഫ് ദി ബേസ് QR എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഇവിടെ ഈ പോയിന്റിനാണ് R എന്ന് തന്നിരിക്കുന്നത് ആൻഡ് ഈ സൈഡിനെയാണ് നമുക്ക് P എന്ന് പറഞ്ഞിരിക്കുന്നത്, ബേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബേസിനെ 8 യൂണിറ്റ്സ് എന്ന് എടുക്കാം ആൻഡ് ലെങ്ത് ഓഫ് ദി സൈഡ് PQ-നെ നമുക്ക് 15 യൂണിറ്റ്സ് എന്ന് എടുക്കാം. ഇനി നമുക്കവിടെ പറയുന്നത് ആംഗിൾ RPQ ഈസ് A. RPQ ഈ ഒരു ആംഗിളിനെയാണ് നമുക്കിവിടെ A എന്ന് തന്നിരിക്കുന്നത്. ചോദിക്കുന്നത് സൈൻ A plus cos A ആണ്. സോ ഇവിടെ നമുക്ക് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ട്രിപ്ലറ്റ് വാല്യൂസിനെ ഒന്ന് എടുക്കാം. സോ തന്നിരിക്കുന്ന ആംഗിൾ വെച്ചുള്ള ട്രിപ്ലറ്റ് വാല്യൂസിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ്, അഡ്ജസന്റ് ആൻഡ് ഹൈപ്പോട്ടനസ് ഓർഡറിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിളുടെ ഓപ്പോസിറ്റിലുള്ള സൈഡാണ് 8, അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സൈഡാണ് 15 ആൻഡ് ഹൈപ്പോട്ടനസ് ആണ് 17. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് സൈൻ A പ്ലസ് കോസ് A ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സൈൻ A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസിനാണ് സൈൻ എടുക്കുന്നത്. അതേപോലെ കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടനസിനെയാണ് എടുക്കുന്നത്. സോ വാല്യൂസ് നമുക്ക് അവിടെ നിന്നൊന്ന് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 8 ആണ്. സോ 8/17 പ്ലസ് അഡ്ജസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 15 ആണ്, 15/17. സോ 8 + 15 എന്ന് പറയുമ്പോൾ അത് 23 എന്ന് വരും. സോ 23/17 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 23/17 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്തത് ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻ ആണ്, പക്ഷെ അത് ഡയറക്ട്ലി കണക്ട് ആവുന്നത് നമ്മുടെ ഓൾജിബ്ര ആയിട്ടാണ്. ഓൾജിബ്ര ഏത് ഫോർമുല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും A³ + B³ ആണ് തന്നിരിക്കുന്നത്. സോ അതിൽ A 17 B 7 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് A³ + B³ ഫോർമുല എന്ന് മനസ്സിലാക്കാം. A³ + B³ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് A + B ഇൻറ്റു A² + B² മൈനസ് AB ആണ് നമ്മുടെ A³ + B³ ഫോർമുല. നിങ്ങൾ കാണാൻ പറ്റും മുകളിൽ A³ + B³ താഴെ നിങ്ങൾക്ക് തന്നേക്കുന്നത് A² + B² മൈനസ് K എന്നാണ് തന്നിരിക്കുന്നത്. ആ മൈനസ് K എന്ന് പറയുന്നത് ഉറപ്പായിട്ടും AB ആയിരിക്കണം. ആ ഒരു ഓർഡറിലാണ് അത് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ Kയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് വളരെ ക്ലിയർലി നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് Aയുടെ വാല്യൂ 17 എന്നും
അതുപോലെ ബിയുടെ വാല്യൂ നമുക്ക് 7 ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി അതൊന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഫുൾ ഫോർമുല ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും ബാക്കി വരുന്നത്, ഉറപ്പായിട്ടും മുകളിലത്തെ ആ ഫോർമുലയുടെ പ്ലേസിൽ നമ്മൾ ഇത് എഴുതുവാണെങ്കിൽ താഴെ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന പോർഷൻ ഇതാണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതും മുകളിലത്തെ പോർഷനിൽ അതും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് വരുന്നത് നമ്മുടെ എ പ്ലസ് ബി വരത്തുള്ളൂ. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 17 പ്ലസ് 7 എത്രയാണ്, 24 ആണ്. സോ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആകുന്നുണ്ട്. സോ ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതിനെ ചെക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് നമ്പേഴ്സ് വെച്ച് എഴുതി കാണിക്കാം. മുകളിൽ നമുക്ക് തന്നേക്കുന്നത് 17 ക്യൂബ് പ്ലസ് 7 ക്യൂബ് എന്നാണ് തന്നേക്കുന്നത്. താഴെ നമ്മൾ അതേ ഫോർമുല അത് വെച്ചൊന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ മൈനസ് നമുക്ക് അവിടെ കെ എന്നാണ് തന്നിരിക്കുന്നത്. കെയുടെ സ്ഥലത്ത് നമുക്ക് ഉറപ്പായിട്ടും 17 ഇൻറ്റു 7 ആണ് വരേണ്ടത്. ഇനി മുകളിൽ നമ്മുടെ ഈ എ ക്യൂ പ്ലസ് ബി ക്യൂബിന്റെ ഫോർമുല ആയിട്ട് നമ്മൾ അതിനൊന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് അതൊന്ന് വരുന്നത് 17 പ്ലസ് 7 എന്ന് വരും. ദെൻ 17ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ മൈനസ് 17 ഇൻറ്റു 7 എന്നാണ് വരേണ്ടത്. ഇനി നമുക്ക് താഴെ ഡിനോമിനേറ്ററും ചെക്ക് ചെയ്യാം. താഴെ ഡിനോമിനേറ്റർ എന്ന് വരുന്നതും നമുക്ക് തന്നിരിക്കുന്നത് 17 സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ മൈനസ് 17 ഇൻറ്റു 7 എന്നാണ് നമുക്കവിടെ വരേണ്ടത്. ഇപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു പോർഷൻസ് ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 17 പ്ലസ് 7 ബാക്കി കാണത്തുള്ളൂ. ആൻഡ് 17 പ്ലസ് 7 എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് 24 വരുന്നുണ്ട്. സോ ഇതേപോലത്തെ ക്വസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ മുകളിലത്തെ പോർഷനിലെ താഴത്ത് തന്നിരിക്കുന്ന പോർഷനിലെ ഫോർമുലയുടെ പാർട്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാർട്സിനെ ജസ്റ്റ് പ്ലസ് ചെയ്താലോ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 24 വരുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. നമുക്കറിയാം മുകളിൽ നമുക്ക് എ പ്ലസ് ബി ആണ് ബാക്കി വരുന്നത്. സോ ആ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 17 പ്ലസ് 7 കറക്റ്റ് എന്ത് വരുന്നുണ്ട്, 24 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കെ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കെ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എ ഇൻറ്റു ബി ആണ് കെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 17 ഇൻറ്റു 7 ആണ്. ആൻഡ് 17 ഇൻറ്റു 7 എന്ന് പറയുന്നത് 119 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഓപ്ഷൻ എ 119 നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. നോക്കിയേ, ഇതേപോലത്തെ ഒരുപാട് ഓൾജിബ്ര ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് നമുക്ക് സിജിഎൽന്റെ എക്സാംസിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റൻസ് വരുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് എഴുതാതെ തന്നെ നമുക്ക് അതിനെ നോക്കിക്കൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കി നമുക്ക് അവിടെ നിന്ന് ആൻസർ വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാവുന്നതാണ്. ഫോർമുലാസിൽ എഴുതി നമ്മൾ സോൾവ് ചെയ്യുമോ അല്ലെങ്കിൽ ആ വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റും കൂടുതൽ സമയവും എടുക്കും അത് ഫുള്ള് സോൾവ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഇത് നമുക്കൊരു ജോമെട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പറയാം, ദ സർക്കംഫറൻസ് ഓഫ് ടു സർക്കിൾസ് ഈസ് 198 സെന്റിമീറ്റർ ആൻഡ് 352 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കംഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ 2 പൈ ക്യാപിറ്റൽ ആറും നമുക്ക് 2 പൈ സ്മോൾ ആർന്നും എടുക്കാം. സോ ഈ രണ്ട് സർക്കിളുടെയും സർക്കംഫറൻസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ പറയുന്നത്. ആൻഡ് ആ രണ്ട് സർക്കംഫറൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒരെണ്ണം വലുത് നമുക്ക് 352 എന്നും ചെറുത് നമുക്ക് 198 എന്നുള്ള രീതിയിൽ എടുക്കാം. സോ ഇതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സർക്കംഫറൻസ് ഓഫ് ടു സർക്കിൾ എന്ന് പറയുന്നത് 352 ആൻഡ് 198 ആണ്. അതിന്റെ റേഡിയസിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 പൈ കോമൺ ആണ്. സോ ആ 2 പൈ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വരുന്നത് അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് വരുന്നത്. ആ രണ്ട് റേഡിയസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്. ആൻഡ് 352ഉം 198ഉം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 154 ആണ് വരുന്നത്. സോ നമ്മുടെ പൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആർ മൈനസ് ആർ ഈക്വൽ ടു 154 ഇൻറ്റു നമ്മുടെ പൈനെ ഇവിടെ വരുമ്പോൾ ഇൻവേഴ്സ് ആവും. സോ അതെന്ന് പറയുന്നത് 7/22 എന്ന് വരണം. ആൻഡ് ഒരു 2 കൂടി ഉണ്ട്. സോ ആ 2ഉം ഡിനോമിനേറ്ററിലേക്കായിരിക്കും വരുന്നത്. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ ഇതിനെ 2 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 77 എന്ന് വരും. ആൻഡ് 22ഉം 77ഉം നമുക്ക് 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ മേളിൽ 7ഉം ഇവിടെ 2 എന്ന് വരും. 7 ഇൻറ്റു 7 49/2 എന്ന് വരും. ആൻഡ് 49ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കത് 24.5 ആണ്. സോ ദ ആൻസർ ഈസ് 24.5. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ SSC സിജിഎലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോയിരിക്കുന്ന സെഷൻസിൽ നമ്മൾ സിജിഎലിന്റെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഡെയിലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതേ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ഈ സീരീസിന്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുവഴി നിങ്ങൾക്ക് വരാതിരിക്കുന്ന സിജിഎലിന്റെ എക്സാംസിലെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സൊല്യൂഷൻസ് എങ്ങനെയാണ് പോകുന്നത് ആൻഡ് അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അത് ഇപ്പോൾ വരാനിരിക്കുന്ന CGL, CHL, MTS എക്സാംസിലൊക്കെ തന്നെ യൂസ് ചെയ്യാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ വരുന്ന സെഷൻസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.